ഞാനിപ്പോൾ നിൽക്കുന്നത് ആവാടുതുറയിലാണ്. കേരളത്തിലെ അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ ബീച്ച്. ദക്ഷിണ കേരളത്തിൽ വരുന്ന ആഭ്യന്തര അന്തർദേശീയ സഞ്ചാരികൾ എല്ലാവരും സന്ദർശിക്കുന്ന, വിദേശികൾ പ്രത്യേകിച്ചും ഒരു സീസൺ മുഴുവൻ താമസിച്ച് ഭൂപ്രകൃതിയെയും കാലാവസ്ഥയും ആസ്വദിക്കുന്ന കടൽത്തീരം. ഇതാണ് കോവളം ബീച്ച്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 13 കിലോമീറ്റർ ദൂരം. പഴയ പേരാണ് ആവാടുതുറ. ഈ ഇടുങ്ങിയ വഴികളിലൂടെ പോയാൽ നമ്മളെത്തുന്നത് ലോകപ്രശസ്തമായ ഹവാ ബീച്ചിലേക്കാണ്. ലൈറ്റ് ഹൗസ് ബീച്ച്, ഹവാ ബീച്ച്, സമുദ്ര ബീച്ച് എന്നിങ്ങനെ 3 വൈവിധ്യമാർന്ന ബീച്ചുകളാണ് കോവളം ബീച്ച് എന്നറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഹവാ ബീച്ചിൽ. ഇവിടെ വരുന്ന സഞ്ചാരികൾ ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് ഈ ബീച്ചിലാണ്. ഇരുണ്ടുമൂടിയ കാലാവസ്ഥ. എപ്പോൾ വേണമെങ്കിലും അതിശക്തമായ ഒരു മഴ പെയ്യുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും സാഹസികമായ ഒരു വിനോദമാണ് ശക്തമായ തിരയുടെ ഇടയിലൂടെ സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കുന്നത്. ഭയപ്പെടുത്തുന്ന, ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മുടെ ഹൃദയം സ്തംഭിപ്പിക്കുന്ന ആ യാത്ര. ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും നല്ല അനുഭവങ്ങൾ. അതിനായി ഞാനും പുറപ്പെട്ടു. ഈ കാണുന്ന കെട്ടിടങ്ങളുടെ പുറകിലായി വരും ഹാൽസിയോൺ കാസിൽ. കോവളം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനുണ്ടായ കാരണം ആ കൊട്ടാരമാണ്. 1920 നിർമ്മാണം ആരംഭിച്ച് 1932 പൂർത്തിയാക്കിയ തിരുവിതാംകൂർ മഹാറാണി സേതുലക്ഷ്മി ഭായിയുടെ കുടുംബത്തിൻ്റെ വിശ്രമ കേന്ദ്രമായിരുന്നു. 1930കളിൽ തിരുവിതാംകൂർ രാജ്യത്തെ യൂറോപ്യൻ അതിഥികൾ ഇവിടെ താമസിച്ച് കോവളം ബീച്ചിൻ്റെ വിനോദസഞ്ചാര സാധ്യതകൾ കണ്ടെത്തിയിരുന്നു. 1964 ഈ കൊട്ടാരവും മുഴുവൻ സ്വത്തും ഇന്ത്യ ഗവൺമെൻറ്റിന് കൈമാറ്റം ചെയ്യപ്പെട്ടു. അന്നു മുതൽ ഇവിടെ ഇന്ത്യ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആഡംബര ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നു. സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാലകളുടെ മുകളിലൂടെ കുതിച്ച് താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നല്ല പോലെ പേടിച്ചു. കടലിൻ്റെ ആഴത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഒരു 8-10 ആൾ താഴ്ച ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഹവാ ബീച്ചിൽ നിന്നും ആരംഭിക്കുന്ന ഈ സ്പീഡ് ബോട്ട് യാത്ര സമുദ്ര ബീച്ചിലൂടെ കോവളത്തുള്ള മുസ്ലിം പള്ളിയുടെ ഭാഗം വരെ പോയി തിരികെ വരുന്നതാണ്. ത്രില്ലെന്നൊക്കെ പറയാം. ജീവൻ കയ്യിൽ പിടിച്ചു വേണം ഇരിക്കാൻ. കാരണം കടലിലെ യാത്രയിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടായിരിക്കില്ല. മഴ പെയ്യുന്നതിന് മുമ്പ് കരയിലെത്താനുള്ള വ്യഗ്രതയിലാണ് ബോട്ട് ഓടിക്കുന്നത്. അതിശക്തമായ കാറ്റിൽ തിരമാലകളുടെ ഉയരവും കൂടുന്നു. തിരമാലകളുടെ തള്ളലിനൊപ്പം ബോട്ട് വലിച്ച് കരയിൽ കയറ്റാൻ 4 പേര് തയ്യാറായി നിന്നിരുന്നു. അതിലൊരാൾ ബോട്ടിൻ്റെ ഉടമ. ഞാൻ ഏറ്റവും ആസ്വദിച്ചത് സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ അവരുടെ മുഖത്ത് കണ്ട സന്തോഷമാണ്. എന്തായാലും സുരക്ഷിതമായി എന്നെ കരയിലെത്തിച്ചു. മുൻപ് ഈ പാറപ്പുറത്ത് ധാരാളം സഞ്ചാരികൾ കയറുമായിരുന്നു. ശക്തിയായ കാറ്റിൽ ഭീമാകാരമായ തിരമാലകളെ കണ്ട് അങ്ങനെ നിൽക്കാം. ഇന്നവിടെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതിനാൽ സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. കോവളം എന്ന വാക്കിൻ്റെ അർത്ഥം തെങ്ങിൻതോപ്പ് എന്നറിയുന്നു. മുൻപ് തെങ്ങിൻതോപ്പായിരുന്ന കടൽത്തീരം ഇന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങളാൽ സമൃദ്ധമാണ്. സൺബാത്തിങ് മുതൽ ഹെർബൽ ആയുർവേദ മസാജിന് വരെ പേരുകേട്ട കടലോരം. 1970കളുടെ തുടക്കത്തിൽ ധാരാളം ഹിപ്പി ട്രെയിലിൻ്റെ ഭാഗമായി സിലോണിലൂടെ കോവളം ബീച്ചിൽ വന്നിരുന്നു. 1950നും 1970നും മധ്യത്തിൽ യൂറോപ്പിൽ നിന്നും മറ്റു പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് വഴി തായ്ലാൻഡ് വരെയുള്ള യാത്രകളെയാണ് ഹിപ്പി ട്രെയിൽ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഹിപ്പി ട്രെയിലിലൂടെ ശ്രീലങ്കയിൽ വന്ന സഞ്ചാരികൾ കോവളത്തേക്ക് വന്നതായി ചരിത്രരേഖകൾ ഉദ്ധരിക്കുന്നു. അവരുടെ വരവാണ് കാരണം. ഒരു സാധാരണ മത്സ്യബന്ധന ഗ്രാമമായ ആവാടുതുറൈ കോവളം എന്ന പേരിൽ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ചു. ഹവാ ബീച്ചിലൂടെ നടന്ന് ലൈറ്റ് ഹൗസ് ബീച്ചിലെത്തിയിരിക്കുകയാണ്. ആകൃതിയിൽ അകത്തേക്ക് വളഞ്ഞ ലൈറ്റ് ഹൗസ് ബീച്ച്. ഇവിടെയുള്ള ബീച്ചുകളിൽ ഏറ്റവും വലുത് തെക്കേ അറ്റത്തുള്ള ഈ ലൈറ്റ് ഹൗസ് ബീച്ചാണ്. ഒരു കരിങ്കൽ കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന 36 മീറ്റർ ഉയരമുള്ള ലൈറ്റ് ഹൗസിൻ്റെ പേരിലാണ് ഈ ബീച്ച് അറിയപ്പെടുന്നത്. ഈ ബീച്ച് ലൈറ്റ് ഹൗസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ലൈറ്റ് ഹൗസ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അകത്തേക്ക് പ്രവേശിക്കാൻ മുതിർന്നവർക്ക് 20 രൂപ ടിക്കറ്റും ക്യാമറയ്ക്ക് 10 രൂപ ടിക്കറ്റുമാണ്. 10 മണിക്ക് തുറക്കുകയുള്ളൂ. ഞാനല്പം നേരത്തെ എത്തിയതിനാൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ ഒരു ആനയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ഇൻ്റർലോക്ക് ടൈൽസ് ഉപയോഗിച്ച് മനോഹരമായി നിർമ്മിച്ച വഴിയിലൂടെ
ലൈറ്റ് ഹൗസിലേക്ക്. ലൈറ്റ് ഹൗസിനോട് ചേർന്ന് മനോഹരമായ ഗാർഡനും ഒരു കഫ്തേരിയയും ലൈറ്റ് ഹൗസ് ജീവനക്കാർക്കുള്ള താമസ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ചുവപ്പും വെള്ളയും പെയിൻറ് ബാൻഡിൽ 36 മീറ്റർ ഉയരത്തിൽ സിലിണ്ടർ ആകൃതിയിലുള്ള ടവർ, മെറ്റൽ ഹാലിയുടെ ലാമ്പുകളും ഡയറക്റ്റ് ഡ്രൈവ് മെക്കാനിസവും. ലൈറ്റ് ഹൗസിലേക്ക് പ്രവേശിക്കുമ്പോൾ മുകളിലേക്ക് പോകാൻ 142 പടികൾ കയറാം. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു നില പടി കയറിയതിന് ശേഷം പിന്നീടുള്ള 2 നിലകൾ ലിഫ്റ്റ് ഉപയോഗിച്ച് മുകളിൽ കയറി വീണ്ടും 2 നിലകൾ കൂടി പടി കയറണം. എനിക്ക് മുമ്പേ പോയ ഫാമിലി ലിഫ്റ്റിൽ കയറാൻ കാത്തു നിൽക്കുന്നു. രണ്ടാം നില വരെ ലിഫ്റ്റിൽ വന്ന് അവിടെ നിന്നും ലൈറ്റ് ഹൗസ് കൺട്രോൾ റൂമിൻ്റെ അരികിലുള്ള ഉരുക്കിൽ നിർമ്മിച്ച പടി കയറി മുകളിലേക്ക് കാഴ്ചകളിലേക്ക്. മുപ്പത്താറ് മീറ്റർ അല്ലെങ്കിൽ 118 അടി ഉയരത്തിൽ നിന്നും കോവളം ബീച്ചും വിഴിഞ്ഞം തുറമുഖവും നമുക്കൊന്ന് കണ്ടു നോക്കാം. ദൂരക്കാഴ്ചയിൽ തീരത്തേക്ക് തിരമാലകൾ ഒരു വിശറി പോലെ പരന്ന് മറ്റൊരു കാഴ്ചയൊരുക്കുന്നു. ഈ ഭംഗി മറ്റൊരു ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നും കണ്ടിട്ടില്ല. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നും തെക്ക് ഭാഗത്തേക്കുള്ള കാഴ്ചകൾ. 19-ാം നൂറ്റാണ്ടിന് ശേഷം അവഗണിക്കപ്പെട്ട വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലങ്ങളിലും പ്രവർത്തിച്ചിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ലൈറ്റ് ഹൗസ് ഇല്ലായിരുന്നു. പിന്നീട് 1925-ലാണ് കുളച്ചലിൽ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിക്കുന്നത്. 1972 ജൂൺ 30-നാണ് ഈ ലൈറ്റ് ഹൗസ് പ്രവർത്തനം ആരംഭിച്ചത്. എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നുമുള്ള കോവളം ബീച്ചുകളുടെ മനോഹാരിതയാണ്. മനോഹരമായ വെള്ള മണൽപ്പരപ്പിന് പുറകിൽ സഞ്ചാരികൾക്കായുള്ള താമസ സൗകര്യങ്ങൾ, അതിൻ്റെ പുറകിലായി കുന്നിൻ മുകളിലേക്ക് കേരളത്തിൻ്റെ തനതു ഭംഗിയായ തെങ്ങിൻ തോപ്പുകൾ. വടക്ക് ഭാഗത്ത് വിദൂരതയിൽ പ്രശസ്തമായ ഭീമാപള്ളിയും കാണാം. പ്രയാണത്തിൻ്റെ മറീന ബീച്ച്, ധനുഷ്കോടി എന്നീ വീഡിയോകളിൽ ലൈറ്റ് ഹൗസിൽ നിന്നുമുള്ള കാഴ്ചകളുണ്ട്. തീരത്തേക്ക് തിരയടിക്കുമ്പോഴുള്ള ഈ മനോഹാരിത അവിടെ കാണാൻ സാധിച്ചില്ല. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നും ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ കാഴ്ച. കോവളത്തിൻ്റെ ആകാശ കാഴ്ച. റിസോർട്ടുകളും ധാരാളം ലക്ഷറി ഹോട്ടലുകളും സാധാരണക്കാരന് താമസിക്കാൻ ഉതകുന്ന വിധത്തിൽ കുറഞ്ഞ നിരക്കുള്ള ഹോട്ടലുകളും ഇവിടെ ലഭ്യമാണ്. ലൈറ്റ് ഹൗസ് എന്ന് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന സ്ഥലം.
കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഏറ്റവും അടുത്തുള്ള കരയെക്കുറിച്ച് അറിയാനുള്ള ഒരേ ഒരു മാർഗം. കൂടുതൽ നേരം ഇവിടെ നിന്നാൽ ഈ കാഴ്ചകളും ബോറടിക്കും. നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഞാൻ മുകളിലേക്ക് വരുമ്പോൾ പടി കയറി വന്നതിനാൽ തിരികെ ഇറങ്ങുമ്പോൾ ലിഫ്റ്റിൽ വരാമെന്ന് തീരുമാനിച്ചിരുന്നു. 2 നിലകൾക്ക് ശേഷം വീണ്ടും ഒരു നില പടി ഇറങ്ങണം. ലൈറ്റ് ഹൗസിന് താഴെ നിന്നും ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇതിനോട് ചേർന്ന് ഒരു ചിൽഡ്രൻസ് പാർക്കും കാണാം. ലൈറ്റ് ഹൗസിന് തെക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാഗത്ത് കടലിൽ ഭീമാകാരമായ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ വടക്ക് ഭാഗത്ത് മനോഹരമായ ചെറിയ തിരമാലകൾ പരന്ന് കരയിലേക്ക് വരുന്നു. 2ഇടത്തും ലൈഫ് ഗാർഡുകൾ ഉള്ളതിനാൽ കടലിൽ ഇറങ്ങാനോ കുളിക്കാനോ അനുവദിക്കില്ല. എല്ലായിടത്തും സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങിയ അപായ സൂചനാ ബോർഡുകൾ നമുക്ക് കാണാം. ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം കടലിലിറങ്ങി കുളിക്കാനും അതിനുശേഷം സൺബാത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ കാണുന്ന കുടകൾക്ക് താഴെയുള്ള ഒരു ബെഡിന് 1 മണിക്കൂർ നേരത്തെ വാടക 100 രൂപയാണ്. കടൽ തീരത്തുകൂടെയുള്ള നടപ്പാത, ഒരു വശം കടൽ, മറുവശം ഹോട്ടലുകൾ, സമുദ്രവിഭവങ്ങൾ വിൽക്കുന്ന കടകൾ, മസാജ് സെൻറ്ററുകൾ. രുചികരമായ ആഹാരം കഴിക്കാൻ ഇവിടെയുള്ള ഏതെങ്കിലും മുന്തിയ ഹോട്ടലിൽ കയറേണ്ട ആവശ്യമില്ല. വായിൽ വെള്ളമൂറുന്ന രുചികളിൽ സസ്യാഹാരത്തിനും മാംസാഹാരത്തിനും പ്രശസ്തമായ ധാരാളം ചെറിയ ഹോട്ടലുകൾ ഈ ബീച്ചിൽ തന്നെയുണ്ട്. കോവളം ബീച്ചിലെ അപകടമേഖല. ലൈറ്റ് ഹൗസ് ബീച്ചിനും ഹവാ ബീച്ചിനും ഇടയിലുള്ള പാറക്കൂട്ടങ്ങളുടെ അടുത്തുള്ള കടലിൽ കുളിക്കാൻ ഇറങ്ങുന്നത് പലപ്പോഴും അപകട മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇന്ന് ഈ ഭാഗത്ത് എപ്പോഴും ലൈഫ് ഗാർഡുകൾ സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി കാവൽ നിൽക്കുന്നു. കാഴ്ചയിൽ ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡ് പോലെയുണ്ട്. ബീച്ചിൽ വരുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം. ഏതു നിമിഷവും മഴ പെയ്യാം. കാറ്റിൻ്റെ ശക്തി കൂടി, തിരമാലകളുടെ ഉയരവും കൂടി. കടൽ തീരത്തു നിന്നും ലൈഫ് ഗാർഡുകൾ സഞ്ചാരികളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മഴ നനഞ്ഞുകൊണ്ട് ഹവാ ബീച്ചിൽ നിന്നും മടക്കം. കാലാവസ്ഥ അനുവദിച്ചാൽ 3ാമത്തെ ബീച്ചായ സമുദ്ര ബീച്ച് കൂടെ നമുക്ക് കാണാം. നേരെ കാണുന്ന റോഡിൽ താഴേക്ക് പോയാൽ സമുദ്ര ബീച്ചിലെത്താം.
മെയിൻ റോഡിലെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ മഴ അല്പം ശമിച്ചു. സമുദ്ര ബീച്ച്. ദൂരെ കാണുന്നത് ദി ലീല ഹോട്ടൽ. കോവളം ബീച്ചിൻ്റെ വടക്കേ അറ്റം. ഏറ്റവും ശാന്തമായ, തിരകളില്ല എന്ന് പറയാവുന്ന ബീച്ച്. ഇവിടെ വിനോദസഞ്ചാരികളുടെ തിരക്കില്ല. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം മത്സ്യത്തൊഴിലാളികളും വള്ളങ്ങളും വലകളും ഇവിടുത്തെ പ്രധാന കാഴ്ച. തീരത്തോട് ചേർന്നുള്ള തെങ്ങിൻ തോപ്പുകളും ഈന്തപ്പന തോട്ടങ്ങളും മറ്റൊരു അനുഭവം തരുന്നു. കോവളം ബീച്ചിലെ ജുമാ മസ്ജിദ്. ഏകദേശം 20ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ബീച്ചിൽ വന്നപ്പോൾ മസ്ജിദ് കടൽക്ഷോഭത്താൽ അപകടാവസ്ഥയിലായിരുന്നു. പക്ഷേ ഇന്നത് സംരക്ഷിച്ചു വരുന്നു. ഇത് കോവളം ജംഗ്ഷൻ, ദേശീയപാത 66, വലത്തോട്ട് കന്യാകുമാരി. ഇനി മടങ്ങാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഗുഡ് ബൈ.